അഡ്വക്കേറ്റ് ശ്രീ ജയസൂര്യൻ, ഈ ബി.ജെ.പി. സർക്കാർ കൊണ്ടുവന്ന ഈ ഒരു വഖഫ് ഭേദഗതി ബില്ല്, അപ്പോൾ അതിന്റെ ഒരു ആവശ്യകത, അതിന്റെ ഒരു അനിവാര്യത, ഒപ്പം തന്നെ മുൻ കോൺഗ്രസ് സർക്കാരുകൾ കൊണ്ടുവന്ന ഈ വഖഫ് നിയമം, അതിന്റെ ഒരു ഭീകരത, അത് കൂടുതൽ ചർച്ചയാക്കാൻ ഇടയായത് മുനമ്പത്തിലെ പാവപ്പെട്ട ജനങ്ങൾ തങ്ങളുടെ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി അവർ നടത്തിയ ഒരു സമര പോരാട്ടം തന്നെയാണ്. അപ്പോൾ ആ കാലയളവിലൊക്കെ വളരെയധികം പ്രതീക്ഷയോടെ കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ വഖഫ് ഭേദഗതി ബില്ലിനെ അവിടുത്തെ ജനതയും ഒപ്പം തന്നെ ഭാരതത്തിലെ മറ്റ് ജനവിഭാഗങ്ങളും നോക്കിക്കണ്ടത്. പക്ഷെ അതിലൊരു ആശങ്ക ജനിപ്പിക്കുന്ന ചില സംഭവവികാസങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. ഈ പാർലമെന്റിലെ ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ ഈ ഒരു ഭേദഗതി ബില്ല് പാസ്സാക്കും എന്ന ഒരു സൂചന ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ സെപ്റ്റംബർ 29 നടന്ന ഹരിയാനയിൽ നടന്ന ഒരു ഇലക്ഷൻ റാലിയിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, വഖഫ് ബിൽ വിൽ ബി പാസ്ഡ് ഇൻ ദി വിന്റർ സെഷൻ, ശൈത്യകാല സമ്മേളനത്തിൽ പാസ്സാക്കും. സെപ്റ്റംബർ 17 അദ്ദേഹം സമാനമായിട്ടുള്ള ഒരു പരാമർശം നടത്തുകയുണ്ടായി, വഖഫ് ബിൽ വിൽ ബി പാസ്ഡ് ഇൻ ദ കമ്മിങ് ഡേയ്സ് എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷെ ഏത് സാഹചര്യത്തിലാണ് ഈ ശൈത്യകാല സമ്മേളനത്തിൽ അത് പാസ്സാക്കാൻ കഴിയാതെ പോകുന്നത്? ഈ JPC-യുടെ ഒരു കാലാവധി വീണ്ടും നീട്ടുന്നത്, അത് പ്രത്യേകിച്ച് മുനമ്പം ജനതയെ, ഈ വഖഫ് ഭേദഗതി ബില്ലിനെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടിരുന്ന മുനമ്പം ജനതയെ ഒരു ആശങ്കയിലാഴ്ത്തുന്ന ഒരു കാര്യം തന്നെയല്ലേ? എന്തുകൊണ്ടാണ് BJP ആ ഒരു വിഷയത്തിൽ നിന്നും പിന്നോക്കം പോയി എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ നടന്നത്? അഡ്വക്കേറ്റ് ജയസൂര്യൻ. പാർലമെന്റില് ഈ വിഷയത്തിൽ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി വെക്കേണ്ട കാര്യം പോലും ഇല്ല. ബി ജെ പിക്ക് ഭൂരിപക്ഷമുണ്ട്, വേണമെങ്കിൽ ഇതങ്ങ് പാസ്സാക്കിയാൽ മതി. പക്ഷേ ഇതിനു മുമ്പ് വലിയ ആക്ഷേപം കേൾക്കേണ്ടി വന്നു BJPക്ക്. പല കാര്യങ്ങളും അതുപോലെ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരം കൊടുത്തില്ല, പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ അവസരം കൊടുത്തില്ല, ജോയിന്റ് പാർലമെന്ററി കമ്മീഷനെ വെച്ചിട്ട് അത് അന്വേഷിക്കാനും പഠിക്കാനും അവസരം കൊടുത്തില്ല. അതുകൊണ്ട് അത് സംഘർഷങ്ങളിലേക്കും സമരങ്ങളിലേക്കും നീങ്ങുന്ന അന്തരീക്ഷമുണ്ടായി. നമുക്കറിയാം കർഷക സമരമൊക്കെ ഉണ്ടായ പശ്ചാത്തലം. അതുകൊണ്ട് ഗവൺമെന്റിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്, വേണമെങ്കിൽ പാസ്സാക്കിയെടുക്കാം. എന്നാൽ പോലും ഇത് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയെ വെച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ മുഴുവൻ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി ഇത് ചർച്ച ചെയ്യട്ടെ, പരസ്യമായി ചർച്ച ചെയ്യട്ടെ. മാത്രമല്ല, ഇതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമുണ്ട്, എന്തെങ്കിലും നീക്കം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്, ഏതെങ്കിലും കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്, വിശദമായ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് എങ്കിൽ അതിന് അവസരം കൊടുക്കേണ്ടതുമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയെ വെച്ചത്. ഈ കമ്മിറ്റിയിൽ 31 പേരാണ് ചെയർമാൻ അടക്കം വരുന്നത്. അതായത് ലോകസഭയിൽ നിന്ന് 20 പേരും രാജ്യസഭയിൽ നിന്ന് 10 പേരും ചെയർമാനും ഉൾപ്പെടെ 31 പേരാണ് വരുന്നത്. ഈ 31 പേരെന്ന് പറയുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിലെ പ്രാതിനിധ്യമുള്ള പാർട്ടികൾ എല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമിതിയെ വെച്ചിട്ട് അത് ഉടൻ തന്നെ പാസ്സാക്കാം എന്നുള്ളതായിരുന്നു ഗവൺമെന്റിന്റെ പ്രതീക്ഷയും ഗവൺമെന്റിന്റെ ആഗ്രഹവും. പക്ഷേ ഈ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ശക്തമായി ആവശ്യപ്പെടുകയും ഇറങ്ങിപ്പോക്ക് നടത്തുകയും സമരം നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ കാലാവധി നീട്ടേണ്ടി വന്നത്. കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടത് ഗവൺമെന്റ് അല്ല, കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടത് BJP അല്ല, NDA അല്ല, മറിച്ച് പ്രതിപക്ഷ പാർട്ടികളാണ് കാലാവധി നീട്ടണം, കൂടുതൽ പഠിക്കണം, കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കണം, കൂടുതൽ പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്യണം, റെഫറൻസ് കൂടുതൽ ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശബ്ദം ബഹളം ഉണ്ടാക്കുകയും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ നിന്ന് വാക്കൌട്ട് നടത്തുകയും ചെയ്ത പരസ്യമായ സമരപ്രഖ്യാപനത്തിനൊടുവിലാണ് ആ പ്രതിപക്ഷ നിർബന്ധത്തെ തുടർന്ന് ഈ കാലാവധി നീട്ടിക്കൊടുക്കേണ്ടി വന്നത്. പക്ഷേ JPC-യിൽ ഒരു BJP MP-യുടെ ഭാഗത്തുനിന്നും സമാനമായിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. BJP MP-യുടെ ഭാഗത്തുനിന്നും പറയുന്നത് പോലെ JPC-യുടെ കാലാവധി നീട്ടണം എന്ന തരത്തിൽ ഈ JPC പാനലിലുള്ള ഒരു BJP MP. അതെ, ആര് തന്നെ പറഞ്ഞാലും അത് പൊതുവായിട്ടുള്ള ഒരു ആവശ്യമായി അംഗീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് അതിനെ അനുസരിക്കുകയാണ് ചെയ്തത്. ആര് പറഞ്ഞാലും, അതിനകത്ത് BJP പറഞ്ഞാലും പ്രതിപക്ഷം പറഞ്ഞാലും, പക്ഷെ പ്രതിപക്ഷമാണ് ഇതിന് നേരിട്ട് നേതൃത്വം കൊടുത്തതും ഇത് വലിയ പ്രക്ഷോഭമാക്കി മാറ്റാൻ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സമയം നീട്ടിക്കൊടുക്കാം, ചർച്ച ചെയ്യാം, കൂടുതൽ പഠിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഗവൺമെന്റിന് എത്തിച്ചേരേണ്ടി വരികയാണ് ഉണ്ടായത്.
ഒപ്പം തന്നെ ഈ JDU TDP നമുക്കറിയാം BJPക്ക് ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷമില്ല. അവരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് അവർ പ്രവർത്തിച്ചിരുന്നു. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ചില മുസ്ലിം സംഘടനകളൊക്കെ ഈ TDP നേതാവ് നായിഡുവിനെ പോയി കാണുകയൊക്കെ ഉണ്ടായി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം ഈ വിഷയത്തിൽ BJP സർക്കാർ നേരിടുന്നുണ്ടോ? യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദവും നേരിടുന്നില്ല. ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് ചർച്ച നടത്തി NDA ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു തീരുമാനം എന്നുള്ള നിലയിലാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് BJPയുടെ മേൽ സമ്മർദ്ദമേ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റ് സമ്മേളനത്തിന് വരാൻ പോകുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ എന്ത് വില കൊടുത്തും ഈ ബില്ല് പാസ്സാക്കും, ഈ ഭേദഗതി ബില്ല് പാസ്സാക്കും, യാതൊരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ ഈ ബില്ല് പാസ്സാക്കും എന്ന വ്യക്തമായിട്ടൊരു നിലപാട് തന്നെയാണ് NDA സർക്കാരിൻ്റെത്, അല്ലെ? NDA സർക്കാരിന്റെ ആഗ്രഹം അതാണ്, എത്രയും പെട്ടെന്ന് ഇത് പാസ്സാക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇത് ജനാധിപത്യ ധ്വംസനം നടത്തിയെന്ന് പറയുന്ന ഒരു ആക്ഷേപം പിന്നെ ഉണ്ടാവരുത്. അതുകൊണ്ട് ചർച്ച ചെയ്യാനുള്ള മുഴുവൻ സമയവും അനുവദിക്കും. ആർക്ക് എന്ത് തെളിവ് വേണമെങ്കിലും കൊണ്ടുവരാൻ ഉള്ള അവസരം കൊടുക്കും. ഇതിൽ ഇനി മുൻപ് പറ്റിയതുപോലെ, അതായത് മറ്റ് ബില്ലുകളിൽ കർഷക സമരം പോലെയുള്ള അനുഭവങ്ങൾ ഗവൺമെന്റിന് മുന്നിൽ ഉള്ളത് കൊണ്ടാണ് ഇതിന് അവസരം കൊടുത്തില്ല എന്നൊരു ആക്ഷേപം ഉണ്ടാകരുത്. അതുകൊണ്ട് ആർക്കും പഠിക്കാം, പറയാം, ചർച്ച ചെയ്യാം, വിശദാംശങ്ങൾ ഹാജരാക്കാം, റഫറൻസിന് മറ്റു കാര്യങ്ങൾ വഴികൾ തേടാം. ഇതിനൊക്കെ സമയം അനുവദിക്കാതെ തിടുക്കത്തിൽ നടപടി എടുത്തു. ഇത് വർഗീയമായിട്ടുള്ള ഒരു BJPയുടെ ഹിന്ദു വർഗീയ അജണ്ടയാണ് എന്ന ആക്ഷേപം കേൾക്കാതിരിക്കാനും കൂടിയാണ് ഇപ്പോൾ ഈ സമയം അനുവദിച്ചിരിക്കുന്നത്. എങ്കിലും എത്രയും പെട്ടെന്ന് ഇത് നടപ്പാക്കണം എന്ന് തന്നെയാണ് BJPയുടെ നിശ്ചയം. അത് നടപ്പാക്കാൻ BJP അങ്ങേയറ്റം പ്രതിജ്ഞാബദ്ധവുമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഇനി ബഡ്ജറ്റ് സമ്മേളനത്തിൽ അത് കൃത്യമായി പാസ്സാക്കും എന്ന വ്യക്തമായിട്ടുള്ള ആ ഒരു നിലപാട് അങ്ങ് പറയുകയുണ്ടായി. പക്ഷേ ഈ പ്രതിപക്ഷ സമ്മർദ്ദം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഘടകകക്ഷികളുടെ ഭാഗത്തുള്ള സമ്മർദ്ദം, നിലവിലെ ഒരു ബില്ലിന്റെ ആ ഒരു രൂപത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെള്ളം ചേർക്കൽ അതിന് BJP തയ്യാറാകുമോ? കാരണം ഈ മുൻപത്തെ വഖഫ് ബില്ല് നമുക്കറിയാം അതിഭീകരമാണ്. ഒരു ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് മതസ്വഭാവമുള്ള ഒരു നിയമം അത് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നു. അതിന്റെ ഒരു പല്ല് മുറിക്കുന്ന തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു മികച്ച ഒരു ഭേദഗതി തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം ചേർക്കൽ അതിൽ വരും എന്നൊരു ആശങ്കയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ഇതിന് 10 വർഷത്തെ ചരിത്രമുണ്ട്. ഈ ബില്ലിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് ചർച്ച ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് വിട്ടുകൊടുത്തു. എല്ലാ സംസ്ഥാന ഗവൺമെന്റുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാർക്കും സംഘടനകൾക്കും ഇതിന്റെ കോപ്പി അയച്ചു കൊടുത്തിട്ട് ചർച്ച ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അവസരം കൊടുത്തു. 1 കോടിയിൽ പരം നിർദ്ദേശങ്ങളാണ് മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നും മുസ്ലിമിലെ വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ 1 കോടിയിൽ പരം നിർദ്ദേശങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ഫയൽ ചെയ്യുകയും പഠിക്കുകയും ചെയ്തതിനു ശേഷം വളരെ വിശദമായ ഒരു ഒരുക്കത്തിന് ശേഷമാണ് ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ബില്ലിനെ എതിർക്കുന്നു എന്ന് പറയുന്ന പ്രതിപക്ഷം, അവരുടെ പല നേതാക്കന്മാരും MP-മാരും വ്യക്തിപരമായിട്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ കണ്ട് ഇത് നടപ്പാക്കേണ്ടതാണ്, ഇത് ഇങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. പക്ഷെ അവർക്കത് പാർലമെന്റിൽ വന്ന് പറയാൻ പേടിയാണ്. സംഘടിത മുസ്ലിം വോട്ടിനെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും ഭയമായതുകൊണ്ട് അവർ പാർലമെന്റിലോ പത്രക്കാരുടെ മുമ്പിലോ അത് പറയില്ല എന്നുള്ള വസ്തുതയും കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്റെ പാർലമെന്റ് പ്രസംഗത്തിൽ എടുത്തു പറയുകയുണ്ടായി. അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിലപാട് സുവ്യക്തമാണ്. ഈ ഭേദഗതി നടപ്പാക്കുക തന്നെ ചെയ്യും. അതിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കുകയില്ല. എന്നാൽ ചർച്ച ചെയ്യാൻ അനുവദിച്ചില്ല എന്നുള്ള ആക്ഷേപം കേൾക്കണ്ടല്ലോ എന്ന് മാത്രമാണ് ഗവൺമെന്റ് ഈ നീട്ടിവെക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളം ചേർക്കാനോ ഏതെങ്കിലും തരത്തിൽ അതിന്റെ എന്തെങ്കിലും വകുപ്പുകൾ എടുത്തു കളഞ്ഞ് ദുർബലപ്പെടുത്താനോ ഇതിന്റെ പല്ലും നഖവും പറിച്ചെടുക്കാനോ ഒരു കാരണവശാലും കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല.